ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നോമ്പ് ആരാധനയുടെ 20-ാം ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്കായിരിക്കാൻ ദൈവമേ അങ്ങ് കൃപ നൽകുന്നതിനായി സ്തോത്രം. ഇന്നത്തെ ആരാധനയിലൂടെ ഞങ്ങൾ ചിന്തിക്കുന്ന, വായിച്ചു കേൾക്കുന്ന, ധ്യാനിക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി തീർക്കുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. കർത്താവിൻ്റെ ക്രൂശിനോട് ചേർന്ന് നടക്കുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷ ഞങ്ങളിലേക്ക് പകരപ്പെടുമല്ലോ. കർത്താവെ, അങ്ങയിൽ വിശുദ്ധിയോടെ ജീവിച്ച്, വേർപാടോടെ ജീവിച്ച്, ഉയർപ്പിൻ്റെ ജീവൻ പ്രാപിച്ച് ഞങ്ങൾ അങ്ങയിൽ നിന്ന് സമൃദ്ധമായ ജീവൻ പ്രാപിച്ച് ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കും. കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ മക്കളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, ഇനി വരേണ്ടവരെയും കർത്താവ് കൂട്ടിവരുത്തണമേ. എല്ലാ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നത് ആരാധന അങ്ങേക്ക് സുഗന്ധവാസനാബലിയായി മണക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും നന്മയ്ക്ക് കാരണമായി തീരുവാൻ ദൈവം സഹായിക്കും. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. ദൈവനാമ സ്തുതിക്ക് മഹത്വമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 414-ാമത്തെ ഗീതം, ആരാധനയുടെ ആത്മാവ് ഉണരട്ടെ എന്നാരംഭിക്കുന്ന 414-ാമത്തെ ഗീതം.
സങ്കീർത്തനങ്ങൾ 119 33 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ പ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനങ്ങൾ 119 33 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ പ്രതിവാക്യമായി വായിക്കാം. യഹോവേ, അങ്ങയുടെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ. ഞാനതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായപ്രമാണം കാക്കേണ്ടതിന് അതിനെ പൂർണ്ണതയിൽ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. അങ്ങയുടെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാനതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരായത്തിലേക്കെല്ലാം നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എൻ്റെ ഹൃദയം ചായ്ക്കുന്നതാക്കണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് അങ്ങയുടെ വഴിയിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തടിയെ നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ. അങ്ങയുടെ വിധികൾ നല്ലവയല്ലോ. പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു. അങ്ങയുടെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യങ്ങളിൽ പിഴനീക്ക പ്രകാരം തന്നെ ആമേൻ. ഇരിക്കാം. ഇന്നത്തേക്കുള്ള വേദഭാഗം വായിച്ച് കേൾപ്പിക്കും. ദൈവനാമം മാറ്റപ്പെടുമാറാകട്ടെ. വായിക്കുവാനായി നൽകിയിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 33 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 33 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിപ്പിൻ. തലയോടിടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവൻ്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു. ജനം നോക്കിക്കൊണ്ട് നിന്നു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ. ദൈവം തിരഞ്ഞെടുത്ത ക്രിസ്തു എങ്കിൽ തന്നെ താൻ രക്ഷിക്കട്ടെ എന്നു പ്രധാനികളും പരിഹസിച്ചു പറഞ്ഞു. പടയാളികളും അവനെ പരിഹസിച്ച് അടുത്തു വന്ന് അവന് പുളിച്ച വീഞ്ഞ് കാണിച്ചു. നീ യഹൂദന്മാരുടെ രാജാവ് എങ്കിൽ നിന്നെ തന്നെ രക്ഷിക്ക എന്ന് പറഞ്ഞു. ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് ഒരു മേലെഴുത്തും അവൻ്റെ മീതെ ഉണ്ടായിരുന്നു. പിതാവിനും കർത്താവ് അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. കണ്ണുകളടയ്ക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ഈ സന്ധ്യായാമത്തിൽ നോമ്പാരാധനയിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അല്പസമയം ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. വ്യഥകളും വേദനകളും നിറഞ്ഞ ഈ ജീവിതയാത്രയിൽ കർത്താവേ, അങ്ങയുടെ സാമീപ്യം ഞങ്ങളോട് കൂടിയിരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ കൃപ നിനക്ക് മതി എന്ന് അരുളി ചെയ്ത് ആശ്വാസം പകരുന്ന അരുമനാഥൻ ഈ രാത്രിയിൽ നമ്മെ സ്പർശിക്കേണ്ടതിന് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഉണർന്ന് ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധങ്ങളായ ആവശ്യങ്ങളുണ്ട്. നോമ്പാരാധനയുടെ ആദ്യം മുതൽ ഇതുവരെയും കടന്നു വരുന്നവർ പ്രാർത്ഥനയോടെ വിവിധങ്ങളായ ആവശ്യഭാരങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിപ്പാൻ നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളും പേറിയുള്ള ഒരു യാത്രയാകാം. വ്യഥകളും വേദനകളും നിറഞ്ഞ അവസ്ഥകളിൽ ആശ്വാസം പകരുന്ന അപ്പൻ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ കടന്നു വരുന്നവരുണ്ട്. എല്ലാ വേദനകളും അകറ്റി ആശ്വാസമേകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, രാത്രിയിൽ അങ്ങയുടെ സാമീപ്യം ഞങ്ങളുടെ മേൽ പകരണമേ. വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ കരസ്പർശനം രാത്രിയിൽ ഞങ്ങൾക്ക് അനുകൂലമാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ ആവശ്യങ്ങളെയും ഉണർന്ന് നമുക്ക് പ്രാർത്ഥിക്കാമോ? ഏറെ ഭാരത്തോടും വ്യതയോടും കടന്നു വരുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ തന്നെ നമുക്ക് സമർപ്പിക്കാമോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് സ്പർശിക്കണമേ. ഞങ്ങളുടെ വേദനകൾ അകറ്റണമേ. കഷ്ടതകൾ മായ്ക്കണമേ. മാനസികമായ സംഘർഷങ്ങൾ
കർത്താവെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി സമാധാനവും ശാന്തിയും ജീവിതത്തിൽ നിറയ്ക്കണമേ. തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിൽ അനുഭവിക്കുന്ന വേദനകൾ, പീഡനങ്ങൾ, കഷ്ടതകൾ അകറ്റണമേ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമോ? കർത്താവ് കൂടെയുണ്ടെങ്കിൽ എന്ത് തന്നെ ഭാരമുണ്ടായിരുന്നാലും അത് മറികടന്ന് മുമ്പോട്ട് പോകുവാൻ ദൈവം ശക്തീകരിക്കും. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. കുഞ്ഞുമക്കൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കാം. പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും, പബ്ലിക് പരീക്ഷ എഴുതുന്ന പ്രിയപ്പെട്ടവർ, ഡിഗ്രി കോഴ്സുകളിൽ പഠിക്കുന്നവർ, പരീക്ഷ എഴുതുന്ന പ്രിയപ്പെട്ടവർ, പ്രൊഫഷണൽ കോഴ്സുകളിലായിരിക്കുന്നവർ, വിവിധ തലങ്ങളിൽ കർത്താവെ ആയിരിക്കുന്ന സഹോദരങ്ങൾ എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവെ, അങ്ങയുടെ ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ നിറവേറുവാൻ ഞാൻ എന്നെ തന്നെ താഴ്ത്തി ദൈവകരങ്ങളിൽ നൽകുന്നു എന്ന സമർപ്പണത്തോടെ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവർക്കും പ്രാർത്ഥിക്കാമോ? നമ്മുടെ ആവശ്യങ്ങളെ ഉണർന്നുകൊണ്ട് അരുമനാഥൻ നമ്മുടെ ചാരത്തുണ്ട് എന്ന വിശ്വാസത്തോടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പൈതങ്ങൾക്കായി, യുവതലമുറയ്ക്കായി, മാതാപിതാക്കൾക്കായി, വാർദ്ധക്യാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, വേദനയോടും ഭാരത്തോടും ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സൗഖ്യമേകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ബലഹീനനെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവനെന്നോടു ചൊല്ലി. ബലഹീനനെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവനെന്നോടു ചൊല്ലി. ശക്തനാക്കുന്നവൻ, ബലം പകരുന്നവൻ നിന്നോടു കൂടെയുണ്ട്. ശക്തനാക്കുന്നവൻ, ബലം പകരുന്നവൻ നിന്നോടു കൂടെയുണ്ട്. പല നാൾ കരുതി ഞാൻ ഏകനെന്ന് അന്നാളിലവനെന്നോടു ചൊല്ലി. പല നാൾ കരുതി ഞാൻ ഏകനെന്ന് അന്നാളിലവനെന്നോടു ചൊല്ലി. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നോൻ നിന്നോടു കൂടെയുണ്ട്. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നോൻ നിന്നോടു കൂടെയുണ്ട്. പ്രാർത്ഥിക്കാമോ? ലോകാന്ത്യത്തോളം കൂടെയിരിക്കുന്നവൻ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയാകുന്നുവെന്ന വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ശക്തനാക്കുന്നവൻ, ബലം പകരുന്നവൻ നിന്നോട് കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനും ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ കർത്താവേ സ്വയാർപ്പണത്തോടെ അങ്ങയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കുവാനും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭാഗ്യപദവിക്കായിട്ട് നന്ദി കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ വ്യഥകളും വേദനകളും ആരോടും പങ്കുവയ്പ്പാൻ കഴിയാതെ ഭാരത്തിലും വ്യഥയിലുമായിരിക്കുന്ന ജീവിതങ്ങളിൽ നിന്ന് കർത്താവേ മുമ്പോട്ട് പോകുവാൻ കരുത്തു പകരുന്ന യേശുവിൻ്റെ സാമീപ്യം ഈ രാത്രിയിൽ ഞങ്ങളോട് കൂടെ ഇരിക്കാൻ സ്തോത്രം. അങ്ങയുടെ ദൃശ്യമായി കരം വയ്ക്കണമേ, സൗഖ്യമേകണമേ കർത്താവേ. എല്ലാ വ്യഥകളും വേദനകളും മാറിപ്പോകുവാൻ സമാധാനത്തോടും സൗഖ്യത്തോടും ഞങ്ങൾ മടങ്ങിപ്പോകുവാൻ അപ്പച്ചൻ കൃപയേകണമേ കർത്താവ്. എല്ലാ കുഞ്ഞുമക്കൾക്കായും യുവതലമുറയ്ക്കായും മാതാപിതാക്കൾക്കായും കർത്താവെ, വാർദ്ധക്യ അവസ്ഥകളിൽ ഏറെ ഭാരത്തോടെയായിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാമീപ്യം എല്ലാവരുടെ മേലും പതിയട്ടെ കർത്താവേ. ആശ്വാസമേകണമേ, അങ്ങ് കരം വയ്ക്കണമേ കർത്താവ്. എല്ലാ കഷ്ടതകളും മാറി സമാധാനവും സന്തോഷവും ഏകി മുമ്പോട്ട് പോകുവാൻ ശക്തി പകരുന്ന യേശുവിൻ്റെ സാമീപ്യം തന്നെ ഈ രാത്രിയിൽ ദർശിപ്പാൻ ഞങ്ങൾ കൃപയേകും. എല്ലാവരെയും അപ്പച്ചൻ ആശീർവദിച്ചതിനായിട്ട് നന്ദി. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടതിനായി സ്തോത്രം കരയേറ്റും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം സ്തുതിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, സംസ്കൃതത്തെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ പാപം ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ കർത്താവേ, സലോഷം കുടിക്കണമേ.
രാജ്യവും ശക്തി മഹത്വവും എന്നും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നുവല്ലോ. ആമേൻ. ഇപ്പോൾ നമുക്കെല്ലാവർക്കും ചേർന്ന് 362 ഗീതം പാടാൻ രക്ഷിതാവിനെ കാൺക പാപി എന്ന ഗീതം പാടുമ്പോൾ സ്തോത്ര കാഴ്ച ശേഖരിക്കുന്നതാണ്. കാണിക്കയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ കർത്താവെ, വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഈ കാണിക്കയെ അങ്ങ് സ്വീകരിക്കണമേ. ഇരട്ടിയായ നന്മകളാൽ അപച്ചു നിറയ്ക്കണമേ. നീട്ടിയ എല്ലാ കരങ്ങളെയും അങ്ങ് ആശീർവദിക്കിയാൽ നന്ദി കർത്താവെ. പ്രാർത്ഥിച്ച ആലയത്തിനായിട്ട് വേർതിരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമത്തിന് മാത്രമുണ്ടാകട്ടെ. ഇന്നത്തെ ആരാധനയിൽ കടന്നു വന്ന എല്ലാവരെയും സന്തോഷത്തോടെ ആലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാളെയും നമുക്ക് കൃത്യമായി 7:30 തന്നെ ആരാധന ഉണ്ടാകും. എല്ലാവരും കടന്നു വരുവാനായിട്ട് ആലോചനയായി അറിയിക്കും. വരുന്ന ശനിയാഴ്ച 3 മണിക്ക് നമ്മുടെ മുൻ മോഡറേറ്ററും ബിഷപ്പുമായ മോസ്റ്റ് റെവറൻഡ് ധർമ്മരാജ റസാലൻ തിരുമേനിയുടെ യാത്രയയപ്പ് ചടങ്ങ് LMSലെ നമ്മുടെ കത്തീഡ്രൽ സഭയിൽ വെച്ച് നടക്കുകയാണ്. എല്ലാവരെയും ക്ഷണിക്കുന്നു. മഹായുടെ ഇന്ന് പ്രത്യേകം അറിയിപ്പുണ്ട്. എല്ലാവരെയും സന്തോഷത്തോടെ ആ യാത്രയയപ്പ് ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതൊരു അറിയിപ്പായി കണ്ട് എല്ലാവരും കടന്നു വരുവാൻ ഓർമ്മപ്പെടുത്തുന്നു. മറ്റ് പരസ്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ അൻസലം സാറാണ് നമ്മോട് തിരുവചനം ഇന്ന് സംസാരിക്കുന്നത്. സാറിനെ ക്ഷണിക്കുന്നതിലേറെ സന്തോഷമുണ്ട്. സഭയുടെ നേതൃനിരയിൽ ഏറെ നാൾ വളരെ ശക്തമായ നേതൃത്വം നൽകി അനേക ഇടവകയിലെ ശുശ്രൂഷകനായിട്ടും പ്രവർത്തിച്ചിട്ടുള്ള സാറിൻ്റെ സാന്നിധ്യം ഏറെ വിലപ്പെട്ടതാണ്. എന്ന് നമുക്ക് ആവശ്യം വീഴുന്ന വചനം വിളമ്പുവാൻ സാറ് നമ്മുടെ മധ്യത്തിലായിരിക്കുന്നതിലേറെ സന്തോഷം. വളരെ സ്നേഹത്തോടെ സാറിനെ വചനധ്യാനത്തിനായി ക്ഷണിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ കർത്താവേ, 20-ാം ദിവസത്തെ നോയമ്പാരാധനയിൽ പങ്കെടുക്കുവാൻ എല്ലാവരെയും സഹായിച്ചതിനായി സ്തോത്രം.
ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ വഹിച്ചുകൊള്ളണമേ. വചനം അങ്ങാണ് അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. അരുതാത്ത ഒരു വാക്ക് പോലും സംസാരിപ്പാനിട വരാതെ വണ്ണം ആദരദോരത്തിൽ കാവൽ നിർത്തണമേ. എല്ലാം നന്മയായി അനുഗ്രഹമായി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടെ ഇരിക്കും. യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളുടെ മധ്യയായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരവസരം നൽകി, അതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ബഹുമാനവും സ്നേഹവുമുള്ള അച്ഛന്മാരെ, കടന്നു വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവും നന്ദിയും ഈ സമയം അറിയിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം, അതിൻ്റെ 1-ാം വാക്യം, അതിൻ്റെ ബി പാർട്ട്. അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവൻ. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവൻ. എന്തുകൊണ്ട് അപ്പോസ്തലൻ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാനായി പറയുന്നു? സാധാരണ നമുക്കറിയാം, ശ്രദ്ധയില്ലാതെ ജീവിക്കുന്ന ജീവിതങ്ങൾക്ക് പരാജയം സംഭവിക്കുന്നു. ശ്രദ്ധയില്ലാതെ വാഹനം ഓടിക്കുന്നവരുടെ വാഹനങ്ങൾക്ക് അപകടമുണ്ടാകുന്നു. ആഹാരം പാകം ചെയ്യുമ്പോൾ പോലും ശ്രദ്ധയില്ലാതെയാണ് എങ്കിൽ അവിടെയും അത് പരാജയമായി മാറുന്നു. വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ ശ്രദ്ധയോടെ പഠിച്ചില്ല എങ്കിൽ, അധ്യാപകർ പഠിപ്പിക്കുന്നത് ശ്രദ്ധയോടെ പഠിപ്പിച്ചില്ല എങ്കിൽ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാവാം. പത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ശസ്ത്രക്രിയ കഴിഞ്ഞു കഴിഞ്ഞാൽ അശ്രദ്ധയോടെ ചെയ്യുന്നത് കൊണ്ട് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. കത്രിക മുതൽ പഞ്ഞി വരെ പലതും ഉള്ളിൽ വെച്ച് തയ്ക്ക് വിടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നു ശ്രദ്ധയോടെ നോക്കുക? യേശുവിൽ പലതും നമുക്ക് ശ്രദ്ധയോടെ കാണാൻ കഴിയും. കാൽവരിയിൽ 3 ആണിമേൽ തൂങ്ങുന്ന യേശുവിനെ നോക്കുമ്പോൾ പലതും നമുക്കത് കാണുവാൻ കഴിയും. എന്തുകൊണ്ട് യേശു കാൽവരിയിൽ യാഗമാകുന്നു? ആർക്കു വേണ്ടി യേശു? യേശുവിന് വേണ്ടിയാണോ എനിക്ക് വേണ്ടിയാണോ? യേശുവിനെ നോക്കുമ്പോൾ യേശു യാഗമായതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ ആവശ്യകത എല്ലാം നമുക്ക് മനസ്സിലാകും. എനിക്ക് വേണ്ടി, എൻ്റെ പാപത്തിന് വേണ്ടി, എൻ്റെ രോഗത്തിന് വേണ്ടി, എൻ്റെ കഷ്ടത്തിൽ നിന്ന് മോചനം കിട്ടുവാനായിട്ട്, എനിക്കൊരു രക്ഷ കിട്ടുവാനായിട്ട് ഒരു രക്ഷകനായി പിറന്ന കർത്താവ് തൻ്റെ ജീവൻ നൽകി എന്നെ വില കൊടുത്ത് വാങ്ങിയ ആ വലിയ സ്നേഹത്തെ ഓർക്കുവാനാണ് അപ്പോസ്തലൻ പറയുന്നത്. നാം യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. യേശുവിൻ്റെ കരങ്ങളിൽ കൂടെ വാർന്നൊഴുകുന്ന രക്തം തലയിൽ മുള്ളുകൊണ്ട് കിരീടം മുടഞ്ഞു വെച്ച് അടിച്ച് ഏൽപ്പിച്ചപ്പോൾ അതിലൂടെ ഉണ്ടായ രക്തത്തിൻ്റെ ധമനികളിൽ വരുന്ന രക്തത്തിൻ്റെ അളവ് നോക്കുമ്പോൾ യേശു ആർക്കു വേണ്ടി ഇതെല്ലാം സഹിക്കുന്നു? സഹനത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് കഷ്ടതയുടെയും വേദനയുടെയും സമയം നാം നോക്കുമ്പോൾ ആർക്കു വേണ്ടിയാണ് എന്ന് നാം സ്വയം ചിന്തിച്ചു നോക്കുക. ഇതെല്ലാം എനിക്ക് വേണ്ടിയാണ് എന്ന് നാം ഓർക്കുമ്പോൾ, എനിക്ക് വേണ്ടി ഒരു പകരക്കാരനായി, ഒരു വീണ്ടെടുപ്പുകാരനായി തൻ്റെ ജീവനെ കൊടുക്കുവാൻ മനസ്സായ യേശുവിനെ നാം നോക്കുമ്പോൾ നാം എത്ര ധന്യരാണ്. സാധാരണ വിലയല്ല, ഒരു ജീവൻ്റെ വില വലിയ വിലയാണ്. ഒരു സോപ്പ് വാങ്ങാൻ അതിനുള്ള വിലയുണ്ട്. അപ്പോൾ എന്നെ വീണ്ടെടുക്കുവാനായിട്ട് കർത്താവ് ഉപയോഗിച്ചത് ഏറ്റവും വലിയ വിലയാണ്, തൻ്റെ ജീവനെയാണ് കൊടുത്തത്. അപ്പോൾ അത് നോക്കുമ്പോൾ യേശുവിനെ നോക്കാൻ പൗലോസ് പറഞ്ഞത് വലിയ കാര്യമാണ്. ലോകചരിത്രത്തെ 2ആയി മാറ്റിയെടുക്കുവാനായിട്ട് യേശു മരണപ്പെട്ടു എങ്കിൽ, സകലരെയും രക്ഷിക്കുവാനായി യേശു മരണപ്പെട്ടു എങ്കിൽ, അത് നോക്കാൻ തന്നെയാണ് പൗലോസ് നമ്മോട് പറയുന്നത്. നാം ശ്രദ്ധിച്ചു നോക്കുക. തൻ്റെ ശരീരം മുഴുവനും, ആ ഭാരം മുഴുവനും 3 ആണിമേൽ താങ്ങിക്കൊണ്ട് നിൽക്കുന്ന യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നാം എന്താണ് ഇതിന് അർഹതയുള്ളത്, നമുക്കെന്താണ് ഇതിനുള്ള അർഹതയെന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച വേദനകളെക്കുറിച്ച്. അവിടെ നമുക്ക് പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നത്, ക്രൂശിന്മേൽ ക്രൂശിന്മേൽ
കാണുന്ന പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ആ യേശുവിനെ നാം ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ ഈ നോയമ്പ് കാലം മുഴുവനും നാം യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ യേശുവിൻ്റെ ജീവിതം കൊണ്ടും യേശുവിൻ്റെ ജനനം കൊണ്ടും ജീവിതം കൊണ്ടും അതുപോലെ തന്നെ പ്രവൃത്തികൾ കൊണ്ടും മരണം കൊണ്ടും പുനരുത്ഥാനം കൊണ്ടും നമുക്കെല്ലാം യേശുവിനെ നോക്കുവാൻ വഴിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹേ മരണമേ നിൻ്റെ ജയം എവിടെ, ഹേ മരണമേ നിൻ്റെ വിഷമുള്ള എവിടെയെന്ന് ആക്രോശിച്ചുകൊണ്ട് കലറയെ ഭേദിച്ചുകൊണ്ട് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജയാളിയായി നിൽക്കുന്ന ആ വലിയ കാഴ്ച നമ്മൾ നോക്കുക. മരണത്തെ ജയിച്ചവൻ, സാത്താൻ്റെ തലയെ തകർത്തവൻ, സ്വർഗത്തിലേക്കുള്ള പാത നമുക്ക് തുറന്നു തന്നവൻ, പിതാവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മളെ കൂട്ടിച്ചേർത്തവൻ, ആ യേശുവിനെ നാം നോക്കുവാനാണ് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ നമ്മൾ യേശുവിനെ നോക്കിക്കൊള്ളുമ്പോൾ യേശു എത്ര യാതനകളും പാപങ്ങളാണ് വഹിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല യേശുവിൻ്റെ മരണം സകല മാനവരാശിക്കും വേണ്ടിയാണ്, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയാണ് എന്ന് നാം മനസ്സിലാക്കണം. എങ്ങനെ ഈ പാപം ലോകത്തിൽ വന്നു? എങ്ങനെ ഈ ലോകത്തിൽ പാപം വന്നു? പാപം വന്നതുകൊണ്ടാണ് മരണമുണ്ടായത്. മരണം വന്നതുകൊണ്ടാണ് പുനരുത്ഥാനം വേണ്ടി വന്നത്. അതിനുവേണ്ടി യഹോവയായ ദൈവം ഉൽപ്പത്തിയിൽ തന്നെ ക്രമീകരിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഉൽപ്പത്തിയിൽ തന്നെ യഹോവയായ ദൈവം മനുഷ്യരെ ഉണ്ടാക്കി ഏദൻ തോട്ടം പണിത് അതിലാക്കി എന്ന് കാണാം. ഏദൻ തോട്ടത്തിലാക്കിയ മനുഷ്യനോട് പറയുന്നു, അല്ലയോ മനുഷ്യ, നീ ഒരു കാര്യം ചെയ്യണം. ഈ തോട്ടത്തിലുള്ള സകലത്തിൻ്റെ ഉടമ നീയാണ്. ഈ തോട്ടത്തിൽ കാണുന്ന എല്ലാറ്റിൻ്റെയും ഉടമസ്ഥാവകാശം നിനക്കാണ്. അത് നിനക്ക് ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരു വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നുകയാണെങ്കിൽ നീ ഓൺ ദ സ്പോട്ടിൽ നീ മരിക്കും. യേശു യഹോവയായ ദൈവം അപ്പോൾ തന്നെ അവന് ഒരു അറിയിപ്പ് കൊടുത്തിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ യഹോവയ്ക്ക് അറിയാം, ഞാൻ ഉണ്ടാക്കിയ മനുഷ്യനാണ്, അവൻ തിന്നരുതെന്ന് പറഞ്ഞാൽ അവൻ തിന്നിരിക്കും. അതുകൊണ്ട് അതിലൊരു നീക്കുപോക്കും കർത്താവ് അവിടെ ചെയ്തു എന്ന് 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 3-ാം അധ്യായത്തിൽ നമുക്ക് നോക്കുമ്പോൾ 3:15 നോക്കുമ്പോൾ യഹോവയായ ദൈവം പറയുന്നു, അല്ലയോ സാത്താനെ, സ്ത്രീയുടെ സന്തതിക്കും നിൻ്റെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. സ്ത്രീയുടെ സന്തതി നിൻ്റെ തല തകർക്കും, നീ അവന് കുതികാൽ തകർക്കും. അങ്ങനെയുള്ള ഒരു രക്ഷയുടെ മാർഗം യഹോവയായ ദൈവം അവിടെ കരുതിയിരുന്നു കാണാൻ സാധിക്കും. ആരാണ് സ്ത്രീയുടെ സന്തതി? യോഹന്നാൻ്റെ സുവിശേഷം വായിക്കും, 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, യേശു കർത്താവാണ് സ്ത്രീയുടെ സന്തതിയായി ഈ ലോകത്തിൽ ജനിച്ച ഏക വ്യക്തി. അപ്പോൾ സ്ത്രീയുടെ സന്തതി സാത്താൻ്റെ തലയെ തകർക്കുമെന്ന് ഉൽപ്പത്തി 15 യഹോവയായ ദൈവം അരുളി ചെയ്യുകയാണ്. പാമ്പിനോട് പറയുകയാണ്, നീ നിൻ്റെ ആയുഷ്കാലം മുഴുവനും നീ ഉരസുകൊണ്ട് ഗമിക്കും, നീ പൊടി മണ്ണ് തിന്നും, എന്നോട് എല്ലാവർക്കും ശത്രുതയുണ്ടാകും. പിശാച് പറഞ്ഞു കൊടുത്തു, നീ പഴം തിന്നാൽ നീ ദൈവത്തെ പോലെയാകും. അപ്പം നീ ദൈവത്തെ പോലെയായി ദൈവത്തിന് ഇഷ്ടമല്ല. അപ്പം നീ ദൈവത്തെ പോലെ ആയാൽ നിനക്ക് ഇതുപോലെയൊക്കെ ജീവിക്കാം. പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയ ആ മനുഷ്യൻ എന്ത് സംഭവിച്ചു? എല്ലാം തിന്നു, മരണമുണ്ടായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ മരണമുണ്ടായ മരണത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കേണ്ടത് യഹോവയായ ദൈവത്തിൻ്റെ ആവശ്യമാണ്. ആ യഹോവയായ ദൈവത്തിൻ്റെ കർത്തവ്യമാണ് ഈ മരണത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കേണ്ടത്. അതുകൊണ്ട് അന്നേ തീരുമാനിച്ചു, സ്ത്രീയുടെ സന്തതിയായി ജനിക്കും. സ്ത്രീയോട് പറഞ്ഞു, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും.
നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. പുരുഷനോട് പറഞ്ഞു, മനുഷ്യ, നീ അഹോവൃത്തി കഴിക്കേണ്ടത് എങ്ങനെയാണ്? കഠിനമായി അധ്വാനിച്ചതിൻ്റെ മുഖത്തെ വിയർപ്പോടുകൂടെ നീ ഉപജീവനം കഴിക്കും. നീ നിന്നെ പൊടിയിൽ നിന്ന് എടുത്തിരിക്കുന്നത് കൊണ്ട് നീ പൊടിയിൽ തിരികെ ചേരും. അതുവരെയും നിൻ്റെ ജീവിതത്തിൽ കഷ്ടതയുടെയും വേദനയുടെയും നിരാശയുടെയും ജീവിതമായിരിക്കും. അതുകൊണ്ട് ദൈവം പറഞ്ഞത് അനുസരിക്കണം എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം പറഞ്ഞത് നാം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇല്ല എങ്കിൽ ഇതേ അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ഏതേൻ തോട്ടത്തിൽ യഹോവയായി ദൈവം ഉണ്ടായിരുന്നപ്പോൾ അവിടെ സന്തോഷമായിരുന്നു. യഹോവയായി ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടപ്പോൾ പിശാച് ഉടനെ കടന്നു വന്നു. നമ്മുടെ ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ അവിടെ കടന്നു വരുന്നത് പൈശാചിക ബന്ധനങ്ങളാണ്, പൈശാചികൻ്റെ സാന്നിധ്യമാണ്. ഒരു വെളിച്ചം നഷ്ടപ്പെടുമ്പോൾ അവിടെ കടന്നു വരുന്ന ഇരുളാണ്, ഇരുളിൻ്റെ അനുഭവങ്ങളാണ് പിന്നെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇരുൾ വരാതിരിക്കണമെങ്കിൽ വെളിച്ചമുണ്ടായിരിക്കണം. വെളിച്ചം, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം എന്ന് വ്യക്തമായി വിളിച്ചു പറഞ്ഞ യേശു കർത്താവ് വെളിച്ചമായി നമ്മുടെ ഭവനങ്ങളിൽ വാഴുകയാണെങ്കിൽ അവിടെ ഇരുൾ കടന്നു വരികയില്ല. എപ്പോഴാണോ ഈ വെളിച്ചം നഷ്ടമാകുന്നത് അതേ മൊമെൻറ്റിൽ തന്നെ ഇരുളും കടന്നു വരികയാണ്. അപ്പോൾ പിശാച് നമ്മോട് കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കണം. ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോൾ പിശാച് തക്കം നോക്കി സ്ത്രീയുടെ അടുത്ത് കടന്നു വന്ന് അവരെ വശീകരിച്ചതുപോലെ നമ്മുടെയും ജീവിതങ്ങളെ വശീകരിക്കുന്നത് ദൈവസാന്നിധ്യമില്ലാതെ വരുന്ന സന്ദർഭങ്ങളിൽ മാത്രമാണ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇമ്മാനുവേലായി, ഞാൻ സദാ നിങ്ങളോടുകൂടെ ജീവിക്കുന്ന ഇമ്മാനുവേലായി ആണ് കർത്താവ് പറഞ്ഞത്. ഞാൻ ഇമ്മാനുവേലാണ്. ആ യേശു രക്ഷകനായി പിറന്നത് ഒരു സ്ത്രീയുടെ മകനായിട്ടാണ്. ആ ഒരു സ്ത്രീയുടെ ബന്ധത്തിൽ കടന്നു വന്ന മകന് പാപമില്ല. അവന് മറ്റ് യാതൊരു ഡിസ്ക്വാളിഫിക്കേഷനുമില്ല. ആയതുകൊണ്ട് യേശു സാത്താൻ്റെ തലയെ തകർത്തത് നമുക്ക് ഗുണമായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ യോഹന്നാൻ കണ്ടിട്ട് പറഞ്ഞു, യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നെടുക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നെടുക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യേശുവിനെ നോക്കി പറയുമ്പോൾ നമുക്കൊരു കുഞ്ഞാട് അറുക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അബ്രഹാം തൻ്റെ മകനെ ഇസഹാക്കിനെ മോറിയാമലയിൽ ബലിയർപ്പിക്കുവാൻ കടന്നു പോകുമ്പോഴും യഹോവയായ ദൈവം അവിടെ ഒരു കുഞ്ഞാടിനെ കരുതിയിരുന്നു എന്ന് കാണാൻ കഴിയും. അബ്രഹാം മകനെ ബലിയർപ്പിക്കുവാൻ പോകുമ്പോൾ ആ കുഞ്ഞാടിനെ എടുത്ത് ബലിയർപ്പിക്കേണ്ടി വന്നു, മകന് രക്ഷയുണ്ടായി. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യേശു കർത്താവ് നമുക്ക് വേണ്ടി യാഗമായതിലൂടെ, ആ കുഞ്ഞാടർക്കപ്പെട്ടതിലൂടെ ഏതേനിൽ വെച്ച് ഏകനാലുണ്ടായ പാപം കാൽവരി കുന്നിലെയും യേശുവാകുന്ന ഏക മനുഷ്യനിലൂടെ നമുക്ക് പരിഹരിച്ചു തന്നു. അവൻ്റെ അവസാനത്തെ തുള്ളി രക്തം വരെയും ഊറ്റിയതിലൂടെ അവസാനത്തെ മനുഷ്യനെയും രക്ഷിക്കുവാൻ കർത്താവ് സാധ്യമാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഒരു തുള്ളി പോലും ശേഷിക്കാതെ അത് മുഴുവനായി ഉപയോഗിച്ചത് മുഴുവൻ മനുഷ്യനെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഇനി യാഗത്തിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് മറ്റു ബലിയുടെ ആവശ്യങ്ങളില്ല. കർത്താവ് നമുക്ക് വേണ്ടി ബലിയായി തീർന്നു. ആ ബലിയായി തീർന്ന കർത്താവിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുവാനാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കണം. നമ്മൾ പ്രവൃത്തിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പ്രവർത്തിക്കണം. നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ അശ്രദ്ധയോടെ ആകരുത് എന്ന് ഈ പഠനങ്ങളിലൂടെ അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യണമെന്ന് ഈ നോയമ്പ് കാലത്ത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ആയതുകൊണ്ട് നമ്മുടെ ജീവിതം എല്ലാം തന്നെ ശ്രദ്ധയോടെ നോക്കി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും വരികയില്ല. നാം ധനം ചിലവാക്കുമ്പോൾ പോലും നമ്മുടെ ഓരോ ദിവസത്തെയും ക്രമീകരണങ്ങളിൽ പോലും ശ്രദ്ധയോടെ തന്നെ നാം ജീവിക്കണമെന്ന് ഈ വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഞ്ഞാൽ നമുക്കുണ്ടാകുന്നത്
ധനനഷ്ടം, മാനനഷ്ടം, ദ്രവ്യനാശം എല്ലാം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് യേശു കർത്താവിനെ നോക്കി പഠിക്കുവാനായിട്ടാണ് യേശു കർത്താവ് കാൽവരിയിൽ യാഗമായത്. എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരമാണ്, ഒരു വീണ്ടെടുക്കുവാനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യഹോവയായ ദൈവം പ്രവാചകനിലൂടെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം പറയുന്നു, ഞാൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും, സകല മുഖങ്ങളിൽ നിന്നും ഞാൻ കണ്ണുനീര് തുടയ്ക്കും, എല്ലാ മുഖങ്ങളിൽ ഞാൻ കണ്ണീര് തുടയ്ക്കും, എൻ്റെ ജനത്തിൻ്റെ നിന്ന ഞാൻ സകലരിൽ നീക്കിക്കളയും. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നാം കേൾക്കേണ്ടി വരുന്ന നിന്ദകളും പരിഹാസങ്ങളും, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ ദിവസത്തെയും കണ്ണുനീരും അളന്നു നോക്കിയാൽ എന്തുമാത്രം ഉണ്ടാകുമെന്ന് നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കുകയാണ്. യഹോവയായ ദൈവം പറയുകയാണ്, നിൻ്റെ കണ്ണിലെ കണ്ണുനീര് ഞാൻ തുടയ്ക്കും. യഹോവയായ ദൈവം ഇന്ന് രാത്രി നമ്മോട് പറയുന്നു, നിൻ്റെ കണ്ണിലെ കണ്ണുനീര് തുടയ്ക്കുവാൻ ഞാനുണ്ട്, നിൻ്റെ നിന്ദകളും പരിഹാസങ്ങളും മാറ്റിത്തരുവാൻ ഞാനുണ്ട്. നീ കടഭാരം കൊണ്ട് മുങ്ങുന്നുണ്ടും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിനക്ക് നിന്ദകൾ വന്നേക്കാം, അത് മാറ്റിത്തരുവാൻ കർത്താവുണ്ട്. യഹോവയായ ദൈവം ഇന്ന് പകൽ ഈ രാത്രി നമ്മോട് സംസാരിക്കുക, നിൻ്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ, മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയുമെന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ ജീവിതത്തിലും നമുക്ക് മരണം മാറ്റി നമുക്ക് രക്ഷ തന്നത് കർത്താവിൻ്റെ മരണത്തിലൂടെയാണ്. നാം ഒന്ന് നോക്കിയാൽ ഓരോ മനുഷ്യനും ജനിക്കുന്നത് ജീവിക്കാനാണ്, പക്ഷേ യേശു കർത്താവ് ജനിക്കുന്നത് മരിക്കുവാനാണ്. യേശു കർത്താവ് ജനിക്കുന്നത് മരിക്കുവാൻ വേണ്ടിയാണ്. എന്തിനു വേണ്ടി? മറ്റുള്ളവർക്ക് വേണ്ടി യാഗമാകുവാൻ വേണ്ടിയാണ്, ഒരു യാഗവസ്തുവായി മാറുവാൻ വേണ്ടിയാണ്. ആ യേശു യാഗമായി തീർന്നതിലുകൊണ്ട് നമുക്ക് മരണം നീക്കി, കണ്ണുനീര് നീക്കി, നിന്ന നീക്കി നമ്മുടെ ജീവിതം സമ്പുഷ്ടമാക്കുവാൻ ഈ കാൽവരി യാഗത്തിലൂടെ നമുക്ക് സാധിച്ചു. ഈ യേശുവിനെ നോക്കുവാൻ പൗലോസ് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ നോക്കേണ്ടത് ആവശ്യമാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യേശു ജനിക്കാതിരുന്നുവെങ്കിൽ, യേശു മരിക്കാതിരുന്നുവെങ്കിൽ, യേശു എഴുന്നേൽക്കാതിരുന്നുവെങ്കിൽ അടഞ്ഞു കിടക്കുന്ന കല്ലറയും പാപത്തിനടിമകളായ മനുഷ്യരെയും കാണാൻ കഴിയും. യേശു മരിച്ചതിലൂടെ കല്ലറ തുറന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കല്ലറയെ തുറന്ന് ഹേ മരണം എന്നില്ല, ജയമെവിടെ? മരണത്തെ ജയിച്ച ജയാളിയായി ജീവിക്കുന്ന യേശു കർത്താവ് ലോകചരിത്രത്തെ രണ്ടായി വിഭാഗിച്ചുകൊണ്ട് ഇന്നും ജീവിക്കുന്ന ദൈവമായി നമ്മോട് കൂടെ ചെയ്യുന്ന കർത്താവ്, ആ കർത്താവിനെ നമ്മൾ നോക്കുവാനായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അത് ചെയ്തുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ ചിന്ത, നമ്മുടെ ആഗ്രഹം ഓരോ കാര്യത്തിലും യേശുവിനെ നോക്കുക, യേശുവിനെ നോക്കുക. നമ്മുടെ പ്രവൃത്തികളെല്ലാം ശ്രദ്ധയോടും യേശുവിനെ നോക്കിയുമായിരിക്കണമെന്ന് ഈ രാത്രി ഓർമ്മപ്പെടുത്തുന്നു. യേശു ഇല്ലാത്ത സ്ഥലത്ത്, ദൈവമില്ലാത്ത സ്ഥലത്ത് അവിടെ അധികാരിയായി കടന്നു വരുന്നത് പിശാചാണ്, സാത്താനാണ്. അപ്പോൾ സാത്താൻ കടന്നു പോകണമെങ്കിൽ നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടായിരിക്കണം. കർത്താവ് ഉള്ളിടത്ത് പൈശാചികം വരികയില്ല. കുരിശ് എന്ന് പറയുന്നത് രക്ഷയുടെ ചിഹ്നമാണ്. സാത്താന് ആകെ ഭയമുള്ളത് കുരിശിനെയാണ്. കുരിശ് കാണുമ്പോൾ തന്നെ പിശാച് ഞെട്ടി വിറക്കി ഓടുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ കുരിശ് എന്ന് പറയുന്നത് രക്ഷയുടെ ചിഹ്നമാണ്. ഒരു കാലത്തത് നികൃഷ്ട വസ്തുവായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കുറ്റവാളികളെ ശിക്ഷിച്ച് അതിൽ തറച്ച് നീചമായി കൊല്ലുന്ന ഒരു വസ്തുവായിരുന്നു കുരിശ്. ആ കുരിശിനുണ്ടായ മാന്യത യേശു കർത്താവിൻ്റെ മരണത്തിലൂടെയാണ്. യേശു കർത്താവ് മരണത്തെ ജയിച്ച് ആ കുരിശിന് മാന്യതയുണ്ടായി. ആ കുരിശ് ഞാനും നിങ്ങളും മണിയുമ്പോഴും അനുഭവിക്കുമ്പോഴും അതിനെ നമ്മൾ ഉപയോഗിക്കുമ്പോഴും കരങ്ങളിലിരിക്കുമ്പോഴും പ്രതികൂലം ഒന്നും അടുത്ത് വരികയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുരിശിനെ കാണുമ്പോൾ എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകും. ആയതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കുരിശ് എന്ന് പറയുന്നത് രക്ഷയുടെ ചിഹ്നമാണ്.
യുദ്ധഭൂമിയിലാണെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അവിടെയെല്ലാം കുരിശിൻ്റെ സിമ്പൽ കാണാൻ സാധിക്കും. കുരിശിൻ്റെ സിമ്പലുള്ള ഒന്നും ആർക്കും തടയുവാൻ പാടില്ല. കാരണം രക്ഷാപ്രവർത്തനങ്ങളുടെ ഒരു സിമ്പലാണ്, രക്ഷയുടെ സിമ്പലാണ്. അപ്പോൾ കുരിശ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ്. ആ കുരിശ് ഞാനും നിങ്ങളും ധരിക്കുകയും അത് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ യേശു എനിക്ക് വേണ്ടി മരിച്ച ആ കഷ്ടത, യേശു എനിക്ക് വേണ്ടി മരിച്ചതായ കഷ്ടത നാം ഓർക്കുമ്പോൾ ഇനി പോവുകയില്ല. അങ്ങനെ പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ, പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ, ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി, ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ക്രൂശിൽ കാണുന്ന യേശുവിനെ നോക്കി ശേഷിക്കുന്ന ദിവസങ്ങളിലും നാം നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ആലോചന പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിനെ നോക്കുവാൻ ആലോചന നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ആമേൻ. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. കേട്ടതായ വചനങ്ങളെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. ശ്രദ്ധരാകാതെ ശ്രദ്ധയോടെ ക്രൂശിലേക്ക് നോക്കുവാനുള്ള ആഹ്വാനം നമുക്ക് ലഭ്യമാകുമ്പോൾ ഏറെ ശ്രദ്ധയോടെ നമ്മെ വഴി നടത്തിയവരെ പിൻപറ്റിക്കൊണ്ട് യേശുവിലേക്ക് നോക്കി മുന്നോട്ട് ഗമിപ്പാൻ വേണ്ടത് കൃപ നൽകണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അല്പസമയം അങ്ങയുടെ സ്വരത്തിന് കാതോർക്കുവാനും അങ്ങയെ സ്തുതിപ്പാനും അപ്പച്ചൻ്റെ ഈ ദിവസവും അവസരം നൽകിയല്ലോ. കർത്താവേ, ഏറെ തിരക്കിൻ്റെ ജീവിത യാത്രയിൽ കർത്താവെ ഞങ്ങൾ അല്പസമയം വേർതിരിച്ച് നോമ്പിൻ്റെ നാളുകളിൽ ആലയത്തിലായിരിക്കാനും പ്രാർത്ഥിപ്പാനും നൽകുന്ന നല്ല നിമിഷങ്ങൾക്കായിട്ട് നന്ദി. ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് ആഗ്രഹങ്ങളെ അറിഞ്ഞ് അത്ഭുതം ചെയ്യണമേ, ഈ ആരാധന ഞങ്ങളുടെ ജീവിതത്തിൽ നന്നായി എന്ന് പറയുവാൻ സ്വർഗത്തിലെ ദൈവം കൃപയേകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യഭാരത്തോടെ കടന്നു വരുന്നവരുണ്ട്, ജീവിതത്തിലെ വിവിധങ്ങളായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവരെയും യേശു തൊടുകയാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ സമാധാനത്തോടെ പോകട്ടെ. നാളെയും കർത്താവ് ആരാധനയിൽ കടന്നു വരുവോളം ദൈവത്തിൻ്റെ സാമീപ്യം ഞങ്ങളോട് എല്ലാവരോടും കൂടെ ഇരുന്നു കൊള്ളും. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ആശീർവാദം പിതാ പുത്ര പരിശുദ്ധാത്മാവായി ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങളോടും ഈ സ്വരം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.